ഹായ് ഫ്രണ്ട്സ്, ഇതൊരു കിഴക്കൻ മലയോര മേഖലയാണ്. കരിയിലകൾ മെത്ത പോലെ വീണ് കിടക്കുന്ന നിശബ്ദമായ വഴി. കാടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളവർക്കും നടക്കാൻ പറ്റുന്നവർക്കും നല്ല സ്ഥലം. മൃഗങ്ങളുടെ പ്രസൻസ് തീരെ കുറവുള്ള സ്ഥലമാണ്. മൃഗശല്യം എന്ന വാക്ക് ശരിയാവില്ല, കാരണം അങ്ങോട്ട് ചെന്ന് നമ്മളാണ് അവരെ ശല്യം ചെയ്യുന്നത്. പോണ വഴിയിലെല്ലാം പടുകൂറ്റൻ മരങ്ങളാണ്. നല്ല കൂൾ പ്ലേസ്. ഈ മരങ്ങളുടെയൊക്കെ ഡിസൈൻ നോക്കിയേ, ഓരോ മരത്തിനും ഓരോ ഡിസൈനാണ്. ഇതാ ഇവിടെ ഒരു കാവുണ്ട്. വന്യജാതി ചതുപ്പ് അമ്പലത്തും പച്ച എന്നാണ് ഫോറസ്റ്റ് ആയിട്ടേക്കുന്ന പേര്. ഇത് അഞ്ചൽ റേഞ്ചിൽ പെടുന്നതാണ്. മഴ സമയത്ത് ഇതിലെ വെള്ളം ഒഴുകാറുണ്ട് കേട്ടോ. ഈ മരം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ എ നസീറിൻ്റെ കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്ന പുസ്തകത്തിലെ ആദ്യ പേജിൽ കണ്ട ലൂയിസ് പീറ്ററിൻ്റെ ചെതലരിച്ച് വീഴുമ്പോഴും മരം ചിരിച്ചു മഴുവേറ്റു വീണില്ലല്ലോ എന്ന മനോഹരമായ വരികളാണ്. കാട്ടിലെ മരങ്ങൾക്ക് ഭാഗ്യമുണ്ട്. മനുഷ്യരുടെ കൈകൊണ്ട് അപ്രതീക്ഷിതമായി ഒടുങ്ങേണ്ടി വരുന്നില്ല. നീണ്ടു പടരുന്ന ചില്ലകൾ മുറിച്ചു മാറ്റപ്പെടുന്നില്ല. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് അവസാനവും. ഇതാ നടന്നിവിടെ എത്തുമ്പോൾ ഒരു ചെറിയ കട ഇവിടെ ഉണ്ട്. അത്യാവശ്യം ബോട്ടിൽ വാട്ടറും സ്നാക്സും ഒക്കെ ഇവിടെ കിട്ടും. ഇനി മുകളിലേക്ക് കയറി പോകണം, സ്റ്റെപ്പ് കയറി പോകണം. കുറേ പടികളേറി മുകളിലെത്തുമ്പോൾ ഒരു വള്ളിയുണ്ടോ, ഇതൊരു ഊഞ്ഞാല് പോലെ. ഇതിലിരിക്കാൻ നല്ല രസമുണ്ട്. നമ്മൾ നടന്നു വരുന്ന വഴിയിൽ ഒരു ഫോറസ്റ്റ് വാച്ചറെ കണ്ടു. ആ ചേട്ടൻ പറഞ്ഞത് ഇവിടെ താഴ്ന്ന മുകളിൽ വരെ 365 സ്റ്റെപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. സ്റ്റെപ്പ് കയറി ഇവിടെ എത്തിയപ്പോൾ നല്ല കാറ്റുണ്ട്. ഇവിടെ കുറച്ച് സമയം ഇരിക്കാൻ തോന്നും ആർക്കായാലും. ഈ സ്റ്റെപ്പ് കയറി മുകളിലെത്തിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണുള്ളത്. ഈ കാണുന്ന വനമേഖല എന്ന് പറയുമ്പോൾ മടത്തറ കൊളത്തൂപ്പുഴ വനമേഖലയാണ് മിക്കവാറും കാണുന്നത്. അവിടുന്ന് കിഴക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തെമ്മല, ആര്യങ്കാവ്, തെങ്കാശി ആ റോഡാണുള്ളത്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കാർ ഏകദേശം ഒരു 500 മീറ്ററോളം പോയി അവിടെ പാർക്ക് ചെയ്യണം. ഒരുപാട് പാർക്കിംഗ് ഏരിയ ഒന്നുമില്ല. എന്നിട്ട് 1 കിലോമീറ്ററോളം കാട്ടിലൂടെ നടന്ന് വേണം പോകാൻ. തിരിച്ചു പോകുമ്പോൾ ഈ പടി ഇറങ്ങി മരങ്ങൾക്കിടയിലൂടെ നടന്ന് കാടിന് പുറത്തേക്ക്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ പറയാം. കൊല്ലം ജില്ലയിൽ അഞ്ചൽ ചണ്ണപ്പെട്ട ബോന്തുവച്ച റോഡിൽ ആനക്കുളം. അവിടെ നിന്നാണ് കുടുക്കത്തെ പാറയ്ക്കുള്ള വഴി തുടങ്ങുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, കണ്ടത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബിങ്ങും ലൈക്കും ഷെയറും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. ട്രിപ്പാണ്ടായി.